ഹായ് കൂട്ടുകാരെ, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മസ്കറ്റിലെ ഡാസൈറ്റിലുള്ള ഒരു ഫിഷ് മാർക്കറ്റിലാണ്. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അതാണ് ഇപ്പോൾ ശരി കൊടുത്തൊന്നും മീൻ മേടിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ചൂര മേടിച്ച് ചൂര അച്ചാറിടാൻ, പിന്നെ അതുപോലെ തന്നെ ചാള ഫ്രൈയും ചാള കറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഉച്ചക്കുള്ള ചോറ് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള മീനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കുള്ള മീനാണ് അവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചൂര ഞങ്ങൾ മേടിച്ചത് അതാണ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചൂര അച്ചാറിനുള്ളതാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാ മീനുകളും ഉണ്ട്. നമ്മൾ സ്ഥിരം ഇവിടുന്നാണ് മീൻ മേടിക്കുന്നത്. വളരെ ലാഭകരമാണ് നമുക്കിത്. പിന്നെ അത് മാത്രമല്ല, ഇത് സ്ഥലം വരുന്നത് ഈ ഫിഷ് മാർക്കറ്റ് വരുന്നത് ദർസൈറ്റിൽ നമ്മുടെ ബാങ്ക് ഓഫ് മസ്കറ്റ് കഴിഞ്ഞ് കുറച്ച് ബാങ്ക് ഓഫ് മസ്കറ്റിൻ്റെ ATM കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ്. പക്ഷേ അത്യാവശ്യം നല്ല 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 ഇതാണ്. നല്ല രസമുള്ള കാണാം, നല്ല ഭംഗിയിലാണ്. ഇത് ആ മരം കണ്ടി ഇതിൻ്റെ അടിപൊളിയിലാണ്. ഒമാൻ കാണാൻ ഒരു പ്രത്യേക രസമാണ്, ഒരു വൈബാണ്. ചൂട് കുറച്ച് കുറവുണ്ട്, വ്യത്യാസമാണ് ചൂട്. പാർക്കുകളൊക്കെ ഉണ്ട്, നല്ല മനോഹരമല്ലേ കണ്ടോട്ട്. രാവിലെ നല്ല ചൂട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാണിച്ച് പാല് മേടിച്ചു. ഓക്കെ, ദേ മത്തി മേടിച്ചു, ചൂര മേടിച്ചു, എല്ലാം മേടിച്ചു. ഇങ്ങനെ പോരാണ്. ചൂടെന്നൊക്കെ പറയാം അത്ര വലിയ ചൂടല്ല, നിസ്സാരമായ ചൂടാണ്. പക്ഷേ ഒരു തിരക്കിൽ നോക്കി വളരെ ശാന്തം. ഗൾഫിൽ ഇത്രയും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള പ്ലേസ് ശരിക്കും വേറെയില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നു. ഇതാണ് ഒമാൻ മത്തിയാണത്, കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് മത്തിയാണ്, നല്ല അടിപൊളി മത്തിയാണ് അവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഫ്രഷ് മത്തിയാണ്. ഉണ്ടല്ലേ, നല്ല ഫ്രഷ് മത്തിയാണ് അവിടെ. നെയ്യിലല്ലേ, നല്ല നെയ്യും അത്യാവശ്യം നെയ്യും ഉണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളിന്ന് ഒമാൻ മത്തി, പിന്നെ ചൂരക്കറി, ചൂര നല്ല ഫ്രഷ് ചൂര, നല്ല അടിപൊളി ചൂര ഉണ്ടോ കേട്ടോ, സൂപ്പർ ചൂര. ഇതിനെന്ത് വിലയാടി ചൂരക്ക്? ചൂര അല്ല, മറ്റേ ഇത് 1 റിയാലിനുള്ളതാണ്. 1 റിയാൽ എന്ന് നമ്മുടെ നാട്ടിൽ 226 വരും. 226 രൂപയ്ക്കുള്ള മുതലാണ് ഇത്. ഇത് നമുക്ക് ഇതെത്ര കിട്ടി? 1,400. 1,400 നാട്ടിൽ വരുമ്പോൾ ഒരു 300 രൂപ അടുപ്പിച്ചു. നല്ല ഫ്രഷ് ചൂര കണ്ടല്ലേ, നല്ല അടിപൊളി ചൂര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചാറും നല്ല ഫ്രഷ് ചാള, അടിപൊളി ചാള. കണ്ടില്ലേ, ആ തിലക്കട കണ്ടില്ലേ, അടിപൊളി. ഇത് ചാളക്കറിയും അല്ലല്ലേ ചൂരക്കറിയാണ്, ചാളക്കറിയാണ്. ചാളക്കറി, ചോറ്, ചാള വറുത്തത്. അതിനകത്ത് സ്പെഷ്യൽ ചാളക്കറി, ചാള വറുത്തത് വെച്ചേക്കാനത്. അടുത്തത് നമ്മുടെ പയറാണ്. പയർ ചാറാക്കിയല്ലേ? പയർ ചാറാക്കിയതാ? പയർ നമ്മുടെ പയർ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണമാണ്. ബേസ് ചൂര വറുക്കാണ്, അച്ചാറുള്ളതാണ്. അടിപൊളി ചൂര. ഇവിടെ കിട്ടുന്ന മീനൊക്കെ നല്ല സൂപ്പർ, നല്ല ഫ്രഷ് മീനുണ്ട്. നല്ല പോയി മേടിക്കാറില്ല. ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഇതിൽ കാണാൻ പറ്റും. ഞാൻ കള കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചത് നല്ല ഫ്രഷ് ചൂര വറുത്തിട്ട് അത് അച്ചാറാക്കുന്നില്ല. നല്ല ഫ്രഷ് പച്ചമുളകാണ്. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി, നല്ല നമ്മുടെ നാട്ടിലെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഫ്രഷ് നോക്കും. നല്ല ഫ്രഷ് നല്ല പച്ചമുളക്. നമ്മുടെ ചാളക്കറി റെഡി. ഗ്യാസ് പിടിച്ചു പോകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അച്ചാർ കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുത്തേക്കണം കേട്ടോ. ചാള പിടിക്കാൻ വേണ്ടിയാണ്, പിടിക്കാൻ വേണ്ടി കറിവേപ്പില അതിലേക്ക് വെക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട്
മത്തി, അതിലോരോ മത്തി അതിലേക്ക് ഒരു ചാളയിലേക്ക് വെക്കുകയാണ്. ചാളയിലേക്ക് വെച്ച് അതിലേക്ക് വെച്ച് കൊടുക്കുന്ന ചാള ഒമാൻ മത്തിയാണ്. നല്ല നെയ്യുള്ള മത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് വെച്ച് കൊടുക്കുന്നത് കറിവേപ്പില വെച്ചിട്ട് നമുക്ക് ഇല വെച്ചിട്ട് ഇതുപോലെ ഇലയിൽ നമ്മൾ കറിവേപ്പില വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അരപ്പ് സാധാ അരപ്പല്ലേ ഇത് അരച്ചത്? എന്തൊക്കെ അരപ്പരച്ച്? ആ ആ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, വെളിച്ചെണ്ണ, ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. ഓക്കെ. നല്ല ഒരു ചാളയുടെ വെണ്ണയിലുള്ള ഒരു ചാളയും നമ്മുടെ ചോറ് കൂട്ടി കഴിച്ചാണ്ടല്ല സ്വർഗം മാമ സ്വർഗം. ടോപ്പിലേക്ക് കഴിക്കണേ. അപ്പോൾ നമ്മൾ അച്ചാറിനുള്ളതാണ് വറുത്തത്. പക്ഷേ ഇത് വലിയ ചെറുതാക്കി വറുത്താൽ ഇത് പൊടിയാണ്. എന്നാൽ ഇത്രയും അത്യാവശ്യം വലിപ്പമുള്ളതായിട്ട് വറുത്തത്. വറുക്കാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. ഇതിവിടെ വറുത്തിട്ട് കളർ കഴിയണം. അപ്പോൾ ചാള നമ്മൾ ചാള ഇതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൽ കിങ്ങായില്ലേ? കിങ്ങല്ല, ക്യൂ. നമ്മുടെ സുഹൃത്തുക്കൾ ചാള നല്ല ഇതായിട്ട് കറിവേപ്പിലയുടെ ആ ഒരു സത്തിൻ്റെ അതിലേക്ക് അതിലേക്ക് പേർന്ന് പിടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ്. ഗേസ്, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇതിവിടെ വറുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ചൂര. ഓക്കെ, ഇത്ര പീസുകളാണ് ഉള്ളത്. ഞങ്ങളിതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത്യാവശ്യം വലിയ പീസാണ്. പക്ഷേ അത് കുറച്ചുകൂടി ചെറിയ പീസായി പൊടിഞ്ഞു. അത്യാവശ്യം അത് ഇട്ടിട്ട് വരെ പൊടിഞ്ഞിട്ടുണ്ട്. ചാറാക്കി എടുക്കാൻ വേണ്ടി കാരണം ഞങ്ങൾ ഇതുപോലെ പീസ് മാത്രമായിട്ട് എടുത്തത്. ഒരു ചാറാക്കി എടുക്കുക, ചാറുണ്ടാക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് കഴിഞ്ഞു. അരിഞ്ഞുകൊണ്ടിരിക്കുക. വെളുത്തുള്ളി അരിഞ്ഞ്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് അരിഞ്ഞ് വെച്ചു. പാവള വെളുത്തുള്ളി വന്നിട്ട് അരിഞ്ഞ് വെക്കും. ഗൈസ്, നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകെല്ലാം അവിടെ മിക്സ് ചെയ്യണം. പൊടികൾ ഇറക്കിയിടുന്നത് ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയല്ല, നമ്മൾ കാശ്മീരിൽ ഇടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ അച്ചാറിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടാകുക, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ടേക്കാണ്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക്, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മുളക് പൊടിയാണ് ഒന്നും ഉപയോഗിക്കാറില്ല. കാശ്മീരി മുളക് നല്ല കളറും കിട്ടും, പിന്നെ അതുപോലെ തന്നെ അത് എരിവും ഉണ്ടാവില്ല. അതുപോലെ ഞങ്ങൾ ഈ മുളക് പൊടിയൊക്കെ കൊണ്ടുവരുന്ന നമ്മളെ കടുങ്ങല്ലൂർ, ഞങ്ങൾ സ്ഥലത്തിൻ്റെ സ്ഥലമായ കടുങ്ങല്ലൂർ നമ്മളെ രുദ്രമാല അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു മില്ലുണ്ട്. ആ ചേട്ടൻ്റെ അവിടെ നല്ല പൊടികളാണ്, നല്ല അടിപൊളി പൊടികളാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് ഈ പ്രാവശ്യം വരുന്നത് കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പൊടികളാണ് അവിടുന്ന് ഇപ്പോൾ കുറേ വർഷം ഞങ്ങളൊക്കെ പൊടികൾ ഉപയോഗിക്കുന്നു. നല്ല പൊടിയാണത്. വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടിയും അതിൻ്റെ ഉപ്പാടിയാണ്. മഞ്ഞപ്പൊടിയും നമ്മുടെ കാശ്മീരി മുളക് ഇട്ടു. ഉപ്പിട്ടതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു. അതെല്ലാം മിക്സ് ചെയ്യുകയാണ്. മഞ്ഞപ്പൊടിയും മുളക്, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ലതാണ്. അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് അതാണ്. എരിവും അധികം കിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും.
നമ്മൾ ഈ അച്ചാറുകളായാലും നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളുടെ ഇതുപോലെ ഇരിക്കും. വെള്ളം ഒഴിക്കണം. കായപ്പൊടി ഇട്ടല്ല തിളക്കി വിട്ടാൽ മതി. ആ കായപ്പൊടി ജസ്റ്റ് നമ്മൾ ഇട്ടു, ആഡ് ചെയ്തു. ഉലുവപ്പൊടി ആഡ് ചെയ്തു. ഒരു വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്തു തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ്. ചോറുണ്ട് വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചോറ് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് കഴിക്കുന്നത്. നേരത്തെ വെച്ച് സമയത്ത് വെച്ച് കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്ക് ചൂടാക്കി കഴിക്കുക. മീൻ നമ്മൾ ചൂരയിലേക്ക് ഇടുകയാണ്. ചൂരയിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂരയിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യുകയാണ്. ഉപ്പ് തിളക്കട്ടല്ലോ. നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഒരു കഴിഞ്ഞു. പയറ് ചാറ്. ഇത് കാന്താരി ഇട്ടത്, 2 കാന്താരി, പിന്നെ ചാള വറുത്തത്, പിന്നെ പയറ് തോരൻ, പിന്നെ നമ്മുടെ ചൂരക്കറിയുടെ ചെറിയ തലയുടെ പീസ്. അത് കഴിക്കാൻ പോകുന്നത് കഴിക്കട്ടെ കേസ്. പയർ കിട്ടി. നല്ല സൂപ്പറല്ലേ? അടിപൊളി ചാള. സൂപ്പർ ചാള. ചാള നമ്മൾ ചോറ് നോക്കിയിട്ടിങ്ങനെ അടിക്കാം. എല്ലാ രസമാണ്. നല്ല രസം. പയറ് ചെറുപയർ കുറേ ആളായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് വേറെ ഇതുപോലെ ആക്കാൻ പറഞ്ഞു. ടേസ്റ്റ് ചാള പറഞ്ഞ അന്യ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അപ്പം എന്തായാലും ഇന്ന് ചാള വറുത്തതും നമ്മുടെ ചൂര ഉണ്ടായിരുന്നു. ചൂര അങ്ങനെ കുറച്ച് അച്ചാറിട്ടു. അങ്ങനെയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറ് പോയിരുന്നു. അപ്പോൾ ഓക്കെ ഗേസ്, അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ വരാം.